محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثوابنا قرأناه من القرآن العظيم وما صليناه هذه هدية غافلة بعد القبول منا إلى حضرة سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات بقية الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. اللهم وإلى حضرات سائر أولياء الله تعالى من مشارق الأرض إلى مغاربها يا رب العالمين. اللهم يسر عسيرنا وسهل أمورنا وأرد ديوننا وفرج همومنا واشف كروبنا. اللهم بلغنا آمالنا. اللهم قل حوائجنا يا رب العالمين. اللهم بارك لنا في كل أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أيامنا وأنفسنا وأهلينا ووالدينا وأساتذتنا وتعلمنا وتعليمنا وفي أمرنا هذا من كل محنة وفتنة وبؤس وضير إنك ولي لكل خير ومتفضل بكل خير ومعطي لكل خير يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ കൂട്ടുകാരൻ മെഡിക്കൽ കോളേജിലെ ENT സ്പെഷ്യലിസ്റ്റുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഷെറിൻ ഷാ അവരെ സ്വാഗതം ചെയ്തു. പണ്ഡിത സുഹൃത്തുക്കൾ ആദരണീയരായ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നമ്മളിവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ കുട്ടികളുടെ ഇസ്ലാമിക് ടെസ്റ്റിലാണ്. നമ്മൾ കുട്ടികൾക്ക് മതബോധം നൽകേണ്ട ആ ഒരു പ്രായം, ആ ഒരു ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകുകയും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ യുവാക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച്
അവരെ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന വായിക്കുന്ന നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഓരോ ദിവസം കൂടുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മതബോധം ജനങ്ങളിൽ കുറഞ്ഞു വരികയും അരാജകത്വങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ അടുത്ത തലമുറയിലേക്ക് വരുന്ന അടുത്ത യുവാക്കളായ ഇന്നത്തെ ബഹുമാനക്കാരായ കുട്ടികൾക്ക് അവരുടെ ഈ പ്രായത്തിൽ തന്നെ അവർക്ക് മതചിന്തയും മതബോധവും ഒക്കെ നമ്മൾ ഈ സാഹചര്യത്തിൽ നൽകേണ്ട അനിവാര്യമായ ഘട്ടമാണ്. അതിന് വളരെ ഉപകരിക്കുന്ന ഒരു ടീച്ചിങ്ങാണ് ബഹുമാനപ്പെട്ട സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ ഇവിടെ നടക്കുന്ന ശ്രമത്തിൽ തുടരാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇസ്ലാമിക് ഫെസ്റ്റ് എല്ലാവരുമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി പരിപാടി സ്വാഗതം പറയാൻ ബഹുമാനപ്പെട്ട അമീൻ സഫാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനത്തോടും നിറഞ്ഞ നമ്മുടെ ജിയുടെ കാര്യദർശി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹ്സിൻ വാഖഫി തങ്ങളോട്, പ്രിയപ്പെട്ട സുബൈർ ബഹുമാനപ്പെട്ട സഫീർ ഉസ്താദ്, ശബ്ദം ശ്രമിക്കുന്ന രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ നന്മയുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ്ഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചാരത്തിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ നാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദീർഘമായ ഒരു സ്വാഗത പ്രഭാഷണത്തിലേക്ക് നീങ്ങുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന വലിയ പ്രകാശ ഗോപുരമായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ഗതിവിഗതികളും നിർണയിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസമുള്ള കാര്യബോധമുള്ള ആളുകളാണ്. അതിന്റെ തന്നെ ഏറ്റവും ഉത്തമമായ മാതൃകൾ സമ്മാനിക്കുന്ന മർക്കസ്, ആ മർക്കസിന്റെ പ്രകാശമാകുന്ന ഗോപുരത്തിൽ നിന്നുള്ള കിരണങ്ങളിൽപ്പെട്ട ഈ നൂതനമായ ഈ ആധുനികമായ ലോകത്തുള്ള ഏറ്റവും നല്ലൊരു ഉദാത്തമായ മാതൃകയാണ് സത്യത്തിൽ ZQ സ്കൂളുകളിലെ ഓരോ വർഷവും കടന്നു വരുന്ന റിസൾട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 2019 ZQ ഈ തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അന്ന് മുതൽ ഇന്ന് വരെ ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ നേതൃത്വത്തിലായി അതിന്റെ ഓരോ ഘട്ടങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ നാം കണ്ടുവരുന്നത്. ചെറിയ കുഞ്ഞു ഇളം മനസ്സുകളിലേക്ക്, ആ ഇളം മനസ്സുകളിലേക്ക് നാം നൽകുന്ന ധാർമ്മികമായ പാഠങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് അത് പ്രതിഫലിക്കുന്നത് എന്ന് കഴിഞ്ഞ നാളുകളിലൂടെ നാം കണ്ടും അനുഭവിച്ചു വരികയാണ്. ഒരു വിദ്യാഭ്യാസ ക്രമം എന്ന് പറയുന്നത് ഒരു വാഹനത്തിന്റെ 4 ചക്രം പോലെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അധ്യാപകർ. അതിന്റെ മറ്റൊരു ഘടകമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മറ്റൊന്ന് അതിന്റെ മാനേജ്മെന്റ്, മറ്റൊന്ന് അതിന്റെ സിലബസ്, വിദ്യാഭ്യാസ ബോർഡ്. ഈ 4 ഘടകങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ആ വിദ്യാഭ്യാസ സംഹിതയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് എല്ലാ മേഖലകളിലും കോമ്പറ്റീഷൻ ഉള്ളതുപോലെ തന്നെ ഈ കിഡ്സ് കുട്ടികളെ, ചെറിയ കുഞ്ഞു
കോമ്പറ്റീഷനുകളാണ്. പക്ഷെ ആ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ എവിടെയാണ് മൂല്യമുള്ള വിദ്യാഭ്യാസം എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് ZQ എന്ന് പറയുന്ന ഖുർആനിന്റെ കണ്ണിലുള്ള പുഷ്പങ്ങൾ നഷ്ടം വരുന്ന ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ സൗരഭ്യം നിറയുന്ന അനുഭവങ്ങൾ ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ZQ ഫെസ്റ്റ് നടക്കുമ്പോൾ ഈ ZQയുടെ ഈ ഖുർആനിലെ അധ്യാപകരുടെ വളരെയധികം ശ്രമകരമായ പ്രവർത്തനം. നമുക്കറിയാം, കുഞ്ഞുമക്കളുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്, അവരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നത് വലിയ പാടാണ്. വലിയ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അവരെ ആ ക്ലാസ്സിൽ പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവും. ഓഡിറ്ററി കുട്ടികളുണ്ടാവും, വിഷണറി കുട്ടികളുണ്ടാവും, ചെറുതറി കുട്ടികളുണ്ടാവും. അതായത് ചില കുട്ടികൾക്ക് ഒരു കാര്യം പറയുമ്പോൾ കേട്ടാൽ മാത്രം മതി, ഒരൊറ്റവട്ടം കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കുട്ടികളാണ് ഓഡിറ്ററി. മറ്റു ചില കുട്ടികൾക്ക് കേട്ടാൽ മാത്രം പോരാ, വിഷണറി ആയിരിക്കണം. അവർക്ക് കാണുകയും കൂടെ വേണം. അധ്യാപികമാരെ കണ്ടാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതാണ് വിഷണറി. പക്ഷെ മൂന്നാമത് വിഭാഗമുണ്ട്, കേട്ടാലും പോരാ, കണ്ടാലും പോരാ, അവർക്കൊന്ന് സ്പർശിക്കണം, ടച്ച് ചെയ്യണം, അനുഭവിക്കണം. അതാണ് ടെറിട്ടറി. എന്നാൽ ZQന്റെ സിലബസ് അത് മൂന്നും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണുള്ളത്. കേട്ടും കണ്ടും അനുഭവിച്ചും അവരൊരാളായി കൂട്ടുകാരായി കൂടി ഇരുന്നിട്ടാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെതായ മാറ്റം നാം കണ്ടുവരുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. പഠിപ്പിച്ചതുപോലെ എല്ലാ ബാല്യങ്ങളും എല്ലാ മക്കളും അവരുടെ മാതാപിതാക്കൾ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്നത് നിഷ്കളങ്കരായിട്ടാണ്. അവർ ഒഴിഞ്ഞ ഗ്ലാസ് പാത്രം പോലെയാണ്. ആ ഗ്ലാസ് പാത്രത്തിലേക്ക് നാം എന്താണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ നിറമായിരിക്കും കാണിക്കുക. അൽഹംദുലില്ലാഹ്, നാം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. ചെറിയ കുഞ്ഞിളം മനസ്സിലേക്ക് പ്രകാശമാകുന്ന ഏറ്റവും പ്യുവറാകുന്ന ഖുർആൻ, സംശുദ്ധമായ ഖുർആൻ ശുദ്ധമായ കൽബുകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ ഹാർട്ടിന് വലിയ വെളിച്ചമുണ്ടാവുകയാണ്, പ്രകാശമുണ്ടാവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സംരംഭവുമായി ഇതിന്റെ സംഘാടകർ മുന്നോട്ട് പോകുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതിന്റെ സഹകാരികളാകുന്ന രക്ഷിതാക്കൾ ഇനിയും മുന്നോട്ടുള്ള പ്രയത്നങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിം ബാപ്പി തങ്ങളുടെ നേതൃത്വത്തിലായി, അവരുടെ തണലിലായി, അവരുടെ ആശീർവാദത്തിലായി നമുക്ക് ഇനിയും നമ്മുടെ നാടിന്റെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിന്റെ കാര്യദർശിയെ ഓടി നടത്തുന്ന പ്രിയപ്പെട്ട സഫീർ മുഹമ്മദ് ഉസ്താദിനെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല രൂപത്തിൽ നമ്മുടെ ഈ പദ്ധതികൾ വിജയിപ്പിക്കണം. ഇന്നിന്റെ പരിപാടി നമുക്കറിയാം, ഒരു കുട്ടികളുടെ ഏറ്റവും വലിയ മൂല്യം അവരുടെ കലാബോധമാണ്. കലാബോധമില്ലാത്തവനെ മനുഷ്യനായി തന്നെ സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു മനുഷ്യ സഹജമായി ജനിച്ചു വരുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെ ഒന്ന് മിനുക്കി ഒന്ന് രൂപപ്പെടുത്തുന്ന, ഷാർപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് സത്യത്തിൽ ഫെസ്റ്റിവൽ. അതിൽ ഏറ്റവും വ്യതിരിക്തമായി നിൽക്കുന്നതാണ് ZQ ഫെസ്റ്റ്. ഇനി നമുക്കത് തുടങ്ങാനുള്ളത് അത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിന്റെ ഈ ZQ ഫെസ്റ്റിന്റെ പ്രാരംഭ പ്രാർത്ഥന നടത്തി ഈ മഹത്വമായ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിം ബാപ്പി തങ്ങളെ ഈ ZQ ഫെസ്റ്റിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നിർവഹിച്ച മെഡിക്കൽ കോളേജിന്റെ ഡോക്ടറായ പ്രിയപ്പെട്ട ഡോക്ടർ ഷെറിൻഷാബുകൾക്കും അതുപോലെ വേദിയിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട സഫീർ മുഹമ്മദ് ഉസ്താദ്, പ്രിയപ്പെട്ട സുബൈർക്ക, അതുപോലെ തന്നെ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കുട്ടികളുടെ കലാപരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന സെക്ഷന്റെ സമാപനം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഫീർ മുഹമ്മദ് ഉസ്താദ് സംസാരിക്കും. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നമ്മുടെ ZQ പ്രീ സ്കൂളിന്റെ ഫെസ്റ്റിലാണ് നമ്മളുള്ളത്. നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂൾ എക്സാമിന്റെ ഡേറ്റായി പോയി. അതുകൊണ്ട് പാരൻസും വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മുടെ കുട്ടികളുടെ പരിപാടി നമ്മൾ വീഡിയോ മാക്സിമം വീഡിയോ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കും. നമ്മുടെ കുട്ടികളുടെ എല്ലാ പരിപാടിയും നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ അറിയിച്ച് നമ്മുടെ സ്കൂളിലെ
പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് അറിയിക്കുകയാണ്. സംസാരിച്ച് ഒരുപാട് നമ്മൾ വിശദീകരിച്ച് കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം നമ്മുടെ സ്കൂൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ 152 സ്കൂളുകളാണ് നിലവിലുള്ളത്. എല്ലാ സ്കൂളും ഒരേ രീതിയിൽ തന്നെ മെച്ചപ്പെട്ട് നല്ല രീതിയിലാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് നമ്മുടെ സിക്യുവിനെ പരിചയപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോഗ്രാമോട് കൂടിയെങ്കിലും നല്ല നമ്മുടെ പരിചയപ്പെടുത്തൽ ഉണ്ടാകുന്നുള്ളത് എല്ലാവരോടും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി 2 മാസം സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അവരുടെ ആഗ്രഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മുടെ ജീവോ പ്രീസ്കോളിൻ്റെ ഈ വർഷത്തെ ഫെസ്റ്റിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരത്തിക്കുള്ളിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം പൂർത്തിയാവുകയാണ്. മർക്കസ് അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഇളം തലമുറകളായ കുട്ടികൾക്ക് ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ദഹ്റത്തുൽ ഖുർആൻ എന്ന പേരിൽ തുടങ്ങിയ ഈ പ്രീസ്കൂൾ സംവിധാനം അതിന്റെ 10 വർഷം പൂർത്തീകരിച്ച ഈ വേളയിൽ നാം അഭിമുഖീകരിക്കുന്ന സ്റ്റേജിന്റെ പുറകിലുള്ള ബാനറിൽ നമുക്ക് കാണാം ഡിസന്റിയം എന്ന് കാണാം. 10ാം വാർഷികമാണ്. ഈ ഒരു സംവിധാനം തുടങ്ങിയിട്ട് 10 വർഷം തികയുകയാണ്. അൽഹംദുലില്ലാഹ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന മുഴുവൻ ജീവു മദ്രസ പ്രീസ്കൂൾ സംവിധാനവും വളരെ മെച്ചമായ രൂപത്തിൽ അതിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും കുട്ടികളിൽ വലിയ മാറ്റം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ അഭിമാനകരമാണ്. ഇന്നിപ്പോൾ ഇവിടെ ദീർഘമായി പ്രസംഗിക്കേണ്ട പ്രഭാഷണം നടത്തേണ്ട സമയമല്ല, കുട്ടികളുടെ ഫെസ്റ്റ് ആരംഭിക്കേണ്ട സമയം ആയിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഓരോ വിഷയങ്ങളിൽ തയ്യാറായി ഇവിടെ എത്തിയിട്ടുമുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ 3ാമത്തെ വയസ്സ് മുതൽ സ്കൂൾ വിഷയങ്ങളും അതുപോലെ മദ്രസ വിഷയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പഠിച്ചു വരുമ്പോ 3 വർഷം കൊണ്ട് തന്നെ അഥവാ ഏകദേശം 5 വയസ്സ് 6 വയസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു ജുസ്ഉ പൂർണ്ണമായി കാണാതെ പഠിക്കുകയും ഖുർആൻ നോക്കി ഓതാനുള്ള ഒരു പ്രാവീണ്യം കുട്ടികൾ നേടിയെടുക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം അറബി, ഇംഗ്ലീഷ്, മലയാള ഭാഷകൾ കുട്ടികൾ വായിക്കാനും അത് പഠിക്കാനുമൊക്കെ അതിന്റെ പഠിത്തത്തിലൊക്കെ വളരെയേറെ മുന്നോട്ട് പോകുന്ന വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് വലിയ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. കുട്ടികളുടെ സർഗ്ഗവാസനകൾ, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ് ഈ ഫെസ്റ്റ് കൊണ്ട് ഇവിടെ നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ചെറുപ്രായങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദർസുകളിൽ പഠിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഈ പ്രായത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു കഴിഞ്ഞ കാലമാണ് നമുക്ക് പോയിട്ടുള്ളത്. എന്നാൽ ഈ പ്രീ
പ്രീ സ്കൂൾ സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക്കായി കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ സർഗ വാസനകളും കഴിവുകളും മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വളരെ നല്ലൊരു സംവിധാനമായി നമ്മൾ കാണുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു വിജയത്തിലെത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് ഈ വിദ്യാർത്ഥികളെ ഈ വിധത്തിൽ സംവിധാനിക്കാനും ഒരുക്കാനും പഠിപ്പിക്കാനും ഒക്കെ മെനക്കെടുന്ന ഈ സീറ്റു പ്രീ സ്കൂളിലെ അധ്യാപികമാരെയാണ്. അവർ എന്തുകൊണ്ടും വളരെയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. കാരണം ഈ കുട്ടികളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, 3 വയസ്സായ കുട്ടികളെന്ന് പറയുമ്പോൾ മാതാവുമായുള്ള ആ ഒരു അകൽച്ച ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ അവരുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ സ്വന്തം ഉമ്മയെ പോലെ ഈ കുട്ടികളെ നോക്കുകയും അവരുടെ പ്രാഥമിക കാര്യങ്ങളിൽ പോലും കുട്ടികളോടൊപ്പം നിന്ന് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയും ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെയുള്ള ചിട്ടകൾ എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്നത് മുതൽ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴുള്ള കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, ഉറങ്ങുമ്പോഴുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടമകൾ തുടങ്ങി എല്ലാം പ്രാക്ടിക്കലായി ആ കുട്ടികളെ പഠിപ്പിച്ച് ഉയർന്നുകൊണ്ടുവരുന്ന വലിയൊരു ഉത്തരവാദിത്വം ഈ കൊച്ചു കുട്ടികളെ വളർത്തി പഠിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ പ്രയാസം നമുക്കറിയാം. അതെല്ലാം സഹിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകമാർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയിൽ കുട്ടികളെ സജ്ജരാക്കുന്നതിൽ പേരൻസിനും മുഖ്യമായ പങ്കുണ്ട്. കുട്ടികളെ പഠിപ്പിച്ച് വിടുന്ന വിഷയങ്ങൾ വീട്ടിൽ അവരെ ഇരുത്തി പഠിപ്പിക്കാനും അവരെ അതിൽ സന്നദ്ധരാക്കാനും അവരെ ഒരുക്കിയെടുക്കാനുമൊക്കെ പേരൻസും വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ZQ പ്രീ സ്കൂൾ സംവിധാനം അത് നിലനിൽക്കണം. ഇനി വരും വർഷങ്ങളിൽ ധാരാളം കുട്ടികളെ അവിടേക്ക് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസം, വളരെ ഉന്നതമായൊരു വിദ്യാഭ്യാസം അവർക്ക് നമുക്ക് നൽകാൻ സാധിക്കണം. ഈ ഒരു സിസ്റ്റം, സംവിധാനം ആദ്യമായി മർക്കസ് വിദ്യാഭ്യാസ സമുച്ചയമാണ് ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചത്. അതിനു പിന്നാലെ പലരും ഈ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഒരിക്കലും ഈ ഒരു ക്വാളിറ്റിയും ഈ ഒരു സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. വളരെയേറെ നല്ലൊരു സിസ്റ്റത്തിലൂടെ ഇത് മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹത്തായ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെയും പണ്ഡിതന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും എല്ലാം ആശീർവാദത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രസ്ഥാനം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിലെത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഫെസ്റ്റ് പരിപാടി ഇനി ഇവിടെ നടക്കണം. അതിലേക്കായി വഴിമാറി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംഘടിപ്പിച്ച അധ്യാപികമാർക്കും അതുപോലെ ഇതിന് മേൽനോട്ടം നൽകുന്ന സഫീർ മുസ്ലിയാർ, അതുപോലെ ഇതിൻ്റെ സൗണ്ട്സും സ്റ്റേജും മറ്റ് സിസ്റ്റങ്ങളും ഒക്കെ ഇവിടെ സംവിധാനിച്ചു തന്ന മുഴുവൻ പേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതിനാൽ അതിലേക്ക് ഇൻഷാ അല്ലാഹ് വഴിമാറുകയാണ്.